ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗ സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ദിലീപിന്റെ അടുത്ത് കാർത്തിക് ചോദിക്കണ്ട്, ദിലീപ് ഏട്ടൻ തിരക്കുള്ള ഒരു ബിസിനസ്സുകാരനാണെന്ന് അറിയാം, എങ്കിലും എന്റെ ബിസിനസ്സിൽ ഒന്ന് പങ്കാളി ആയിക്കൂടെ, എന്റെ കൂടെ നിന്നൂടെ എന്നൊക്കെ ചോദിക്കാം. ദിലീപ് പറയുന്നുണ്ട്, നോക്ക് കാർത്തികെ, ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, പക്ഷെ കാർത്തിക ഫുഡിന്റെ സീറ്റില് MD കസേരയിൽ എന്റെ ഭാര്യ കാർത്തിക തന്നെ ഇരുന്നാ മതി എന്നിങ്ങനെ പറയാണ്. ശേഷം രണ്ടുപേരും കൈ പിടിച്ചങ്ങനെ നിക്കാട്ടോ. ആ സമയത്ത് അമ്മ അവിടേക്ക് വരുന്നുണ്ട്. അതെ, മോള് എന്നാ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, മോനും കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഫുഡ് കഴിക്കാം എന്ന് പറയാണ്. അതിനുശേഷം അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ദിലീപും കാർത്തികയും ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാട്ടോ. കാർത്തിക നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് മുല്ലപ്പൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുമ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട്, ഒരു ഗ്ലാസ് പാല് കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ആ സമയത്ത് ദിലീപിന്റെ കൂട്ടുകാരെ മണിയറയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ദിലീപ് ആണെങ്കിൽ മണിയറയെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ കാർത്തികയുടെ കയ്യിൽ പാല് കൊടുത്തിട്ട് ദിലീപിന്റെ അമ്മ പറയുന്നുണ്ട്, മോളെ ദേ ഈ പാല് ദിലീപിനെ കൊടുക്കണം, പിന്നെ പരസ്പരം പങ്കിട്ട് പാല് കുടിച്ചതിന് ശേഷം നിങ്ങൾ ജീവിതം ദേ ഇന്ന് ഇവിടെ വെച്ച് ആരംഭിക്കണം കേട്ടോ. ഇനി നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ച് കുടുംബമായിട്ട് ജീവിക്കണ കാണുമ്പോഴേ അമ്മക്ക് സമാധാനമായിട്ട് ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞ മോളുടെ വിവാഹം രണ്ടാമത്തെ പ്രാവശ്യം വേണ്ടെന്ന് വെച്ചപ്പോഴേക്കും മോൾക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നിയോ? ഇല്ലമ്മേ, നിങ്ങളായ അമ്മയും അതുപോലെ ദിലീപേട്ടനായതുകൊണ്ടല്ലേ എന്നെ സ്വീകരിച്ചത്, വേറെ ഏതെങ്കിലും വീട്ടുകാരെങ്കിൽ ഒരിക്കലും സ്വീകരിക്കില്ലായിരുന്നല്ലോ. കല്യാണിയും കിരണും ഒക്കെ അദ്ദേഹത്തിന്റെ മരിച്ചു കഴിഞ്ഞിട്ട് ചടങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വന്നായിരുന്നു. അവരോട് ഞാൻ വളരെ മോശമായിട്ട് സംസാരിച്ചത്, അതൊക്കെ അവരെന്നോട് പറഞ്ഞിരുന്നു അമ്മേ. അമ്മയുടെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. അമ്മ അങ്ങനെ പറഞ്ഞിട്ടും കിരണും കല്യാണിയും ഇവിടെ പോയില്ല കേട്ടോ. അച്ഛന്റെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാ പോയത്. പിന്നെ എനിക്ക് മനസ്സിൽ നിന്ന് ആ വിഷമം പോകുന്നില്ലമ്മേ. ഞാൻ കാരണമല്ലേ അച്ഛൻ മരിച്ചെന്നൊരു തോന്നല് ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട് എന്ന് കാർത്തിക പറയുമ്പോൾ ദിലീപിന്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ മോളെ, അങ്ങനെ ഒന്നും തന്നെയില്ല. അതെ, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല. ആദ്യം അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു, പിന്നെ വിചാരിച്ചു മോൾക്കൊരു തലതെറിച്ച ചേട്ടൻ ഉണ്ടായിപ്പോയി, അയാളൊരു കൊലപാതകി, ഒരു കൊടും കുറ്റവാളിയാണ്, അത് മോളുടെ തെറ്റൊന്നുമല്ലല്ലോ. എന്നുവെച്ച് മോൾക്കൊരു ജീവിതം നയിക്കണ്ടേ, മോൾക്കും നല്ലൊരു പെൺകുട്ടിയാണ്, മോൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ, നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാ അർഹതയുണ്ട്, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. പിന്നെ അവൻ എല്ലാ കുടുംബത്തിനും ഉണ്ടാവില്ല മോളെ, ഇതുപോലെ ഒരുത്തൻ അവൻ മരിച്ചെന്ന് അറിഞ്ഞാല് ഇനി സമാധാനം ഉണ്ടാവുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങളൊന്ന് പുറത്തു വിടാൻ പോലും എനിക്കൊരു സ്വസ്ഥതയുള്ളൂ മോളെ എന്ന് പറയണം. അമ്മ പേടിക്കേണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല, എന്നാ മോള് താമസിക്കണ്ട, സമയം ഒത്തിരി ആയില്ലേ, ഇന്ന് യാത്ര ചെയ്ത് കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചല്ലേ, അതിന്റെ ക്ഷീണം നന്നായിട്ടുണ്ടാകും, ഇന്ന ഈ ഗ്ലാസ്സിൽ പാല് മേടിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാണ്. എങ്കിൽ ശരി മോളെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നുണ്ട്. കാർത്തിക ഒരു നാണത്തോടു കൂടി തന്നെ റൂമിലേക്ക് കേറാട്ടോ. അവിടെ ദിലീപ് ഉണ്ട് കേട്ടോ. കാർത്തിക റൂമിലേക്ക് കയറി റൂം ലോക്ക് ചെയ്യാണ്. ദിലീപ് വാടോ എന്ന് പറഞ്ഞ് വിളിക്കാണ്. ഈ പാല് പാല് ചൂടോടെ തന്നെ കുടിക്കാം, അമ്മ തന്നയച്ചതായിരിക്കും അല്ലെ. ഞാൻ കണ്ടിരുന്നു അമ്മ പാല് തിളപ്പിക്കാൻ പോണത്, അപ്പോഴേ തോന്നി എന്റെ നവവധു ഇന്നൊരു ഗ്ലാസ് പാലായിട്ട് നാണം കുടുങ്ങി എന്റെ അടുത്ത് വരുമെന്ന്. പക്ഷെ അത്ര വലിയ നാണമൊന്നും ഇല്ലട്ടോ. അപ്പോ കാർത്തിക പറയുന്നുണ്ട്, മനസ്സിൽ ആകെ ഇപ്പോഴൊരു പേടിയാണ് ദിലീപേട്ട, താൻ ഇതിനെ പേടിക്കണം, നോക്ക് നമ്മളൊരു പുതിയ ജീവിതം ദേ ഇന്ന് ഇവിടെ വെച്ച് തുടങ്ങാൻ വേണ്ടി പോകാണ്. ഇനി ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് താൻ ആലോചിക്കേനേ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പാല് ഗ്ലാസ് മേടിച്ചിട്ട് പകുതി ഗ്ലാസ് പാല് ദിലീപ് കുടിക്കാണ്, ബാക്കി പകുതി കാർത്തികക്ക് കൊടുക്കുന്നുണ്ട്. ശേഷം കാർത്തികയുടെ ചോദിക്കുന്നുണ്ട്, അല്ല തന്റെ അനിയത്തിമാരൊക്കെ തന്നെ വിളിച്ചിരുന്നു, അമ്മയും വിളിച്ചിരുന്നു, അനിയത്തിമാരും വിളിച്ചിരുന്നു, പിന്നെ കിരണക്ക തിരിച്ചു വീട്ടിലെത്തിയായിരുന്നു കേട്ടോ. അവരെവിടെ പോയതായിരുന്നു? അവര് ഈ പരിസരമൊക്കെ ഒന്ന് ചുറ്റിയടിക്കാൻ വേണ്ടിയിട്ട്, ഗംഗപ്രസാദിന്റെ ഭീഷണി ഉണ്ടായിരുന്നല്ലോ, പാവം. കല്യാണം ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. തന്റെ കിരണേട്ടനും അതുപോലെ തന്നെ രതീഷേട്ടനും പിന്നെ വേലു എന്ന് പറഞ്ഞ പയ്യനും, അവരും നല്ലൊരു ചെറുപ്പക്കാരനാണ്. അതെ, ശരിക്കും പറഞ്ഞ കിരണിന്റെ ദിലീപേട്ടന്റെ രതീഷിന്റെ കൂടെ ഒക്കെ വെക്കാൻ പറ്റിയ ഒരു കൂട്ട് തന്നെയാണ് വേലു. അവരുടനെ കാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അറിയാൻ കഴിഞ്ഞത് ആണോ? എന്നാൽ അതിനു മുമ്പ് നമുക്ക് അവരെ ഒന്ന് കാണേണ്ടിടോ, അവർക്കൊക്കെ ചെറിയ സമ്മാനം വാങ്ങിച്ചു കൊടുക്കണ്ടേ? വേണം ദിലീപേട്ട, ഞാനത് വിചാരിക്കായിരുന്നു, ചെറിയൊരു സമ്മാനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാവർക്കും, പിന്നെ തന്റെ കൂടെ പോയിട്ട് ഒന്നുകൂടി പർച്ചേസ് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. അപ്പൊ കാർത്തിക പറയണ്ട്, വേണ്ട ദിലീപേട്ട, പുറത്തുനിന്ന് ഇറങ്ങി നമുക്ക് കടകളിൽ പർച്ചേസിനും പോകണ്ട, അവന്റെ ഭീഷണി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയിട്ടില്ല, നമ്മള് ഏറെ കുറെയൊക്കെ പേടിക്കണം എടോ, ഇനി പേടിച്ചൊന്നും ജീവിക്കണ്ട, നമ്മളുടെ ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് ഓരോരോ നിമിഷവും എന്ന് പറയട്ടെ ദിലീപ് കാർത്തികനെ ചേർത്ത് പിടിക്കാണ്. അങ്ങനെ അവിടെ ആദ്യ രാത്രി തുടങ്ങുവാട്ടോ. അതവര് ജീവിക്കാൻ വേണ്ടി തുടങ്ങാണ്. ഇതുവരെയായിട്ടും ദിലീപിന്റെ കട്ടിലിന്റെ അടിയിൽ ഗംഗപ്രസാദ് ഇല്ല കേട്ടോ. എല്ലാവരുടെയും വിചാരം ദിലീപിന്റെ കട്ടിലിന്റെ അടിയിൽ ഗംഗപ്രസാദ് ഉണ്ടാവുമെന്നാണ്. പക്ഷെ ദിലീപിന്റെ കട്ടിലിന്റെ അടിയിൽ ഗംഗപ്രസാദിനെ കാണിച്ചൊന്നുമില്ല. ഇനി നാളത്തെ വീക്കെൻഡ് പ്രൊമോയിൽ എന്തിനും അത്ഭുതം കാണിക്കുമെന്ന് അറിയില്ല. അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിനെയും കിരണിനെയൊക്കെ ആട്ടോ. കിരൺ ആകെ വെപ്രാളത്തിലാണ്. കല്യാണി ചോദിക്കണ്ടേ, അല്ല കിരണേട്ടാ, കല്യാണം കഴിഞ്ഞ് ചേച്ചി ദിലീപേട്ടന്റെ വീട്ടിൽ നല്ല സുഖമായിട്ടിരിക്കുന്നു, കിരണേട്ടൻ ഇപ്പോഴെന്താ ആകെ ഒരു ടെൻഷൻ പോലെ എന്ന് കല്യാണി ചോദിക്കണ്ട്.
അത് കേട്ടിട്ട് കിരൺ പറയണ്ടേ ഒന്നുമില്ല കല്യാണി, ഞാനൊരിന്ന് ആലോചിച്ചിരുന്നേ ഉള്ളൂ. എന്നാലും ഗംഗപ്രസാദ് ഇപ്പോഴും ജീവനോടില്ലെന്ന് അറിയാൻ വാർത്ത കേൾക്കാനായിട്ട് നമ്മൾക്കൊക്കെ സാധിച്ചില്ലല്ലോ കിരണേട്ടാ. എടോ, അവൻ ഇനി വരില്ലെന്ന് തന്നെ താൻ പ്രതീക്ഷിച്ചോ? അതെന്താ കിരണേട്ടൻ അങ്ങനെ പറഞ്ഞത്? സാധാരണ അവൻ ഇടിച്ചു കൊന്ന് കൊക്കയിലേക്ക് എറിഞ്ഞത് പറഞ്ഞപ്പോഴും അവൻ മരിച്ചു എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഇരുന്ന ആളാണ് കിരണേട്ടൻ. എന്നിട്ട് ഇപ്പൊ അവൻ മരിച്ചിട്ട് പോലില്ല. എന്നിട്ടും അവൻ മരിച്ചു മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇനി വരില്ലെന്നൊക്കെ എന്ത് ഉറപ്പിലാണ് കിരണേട്ട പറയണത്? എന്തോ എന്റെ മനസ്സ് അങ്ങനെ പറയുന്നടോ എന്നിങ്ങനെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന രാവിലെ തന്നെ സരയു നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോയിരിക്കാട്ടോ. സരയുവിന്റെ മനസ്സിൽ ഇപ്പൊ ഫുള്ളും കിരണാണല്ലോ. അങ്ങനെ രാഹുല് സരയുവിനോട് പറയുന്നുണ്ട്, മോളെ അച്ഛ ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞ തന്നെയാണ് എല്ലാം ശരിയെന്ന്. എന്താ മോളെ നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, കിരണിന്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കിപ്പോ കിരണിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അച്ഛ. അവൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ മോളെ. അതല്ലേ നിന്നെയും കിരണിനെ ഒന്നിക്കാൻ വേണ്ടി ഞാൻ പലവട്ടം നോക്കിയത്. പക്ഷെ അന്ന് നീയും നിന്റെ വളർത്തമ്മയൊക്കെ കൂടി എന്നെ വേണ്ടെന്ന രീതിയിലും ഞാൻ എന്തോ വലിയ കുറ്റം ചെയ്യാൻ പോകുന്ന രീതിയിലാണ് എന്നോട് പെരുമാറിയത്. പക്ഷെ ഇപ്പൊ നിനക്കും തോന്നണില്ല? അത് തോന്നുന്നുണ്ട് അച്ഛാ. കിരൺ നല്ലൊരു വ്യക്തിയായിരുന്നു. അന്ന് എനിക്ക് അവന്റെ വില മനസ്സിലായില്ല, പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ എനിക്ക് കല്യാണത്തെ തീർത്ത പകയാച്ച. അത് വേണം മോളെ. നീ ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴാ മോളെ പാളിപ്പോയത്? ആ കല്യാണി, അവളെ പാൽക്കാരി, ആ പാലുമായിട്ട് നമ്മുടെ കമ്പനി കേറി ഇറങ്ങിയപ്പോ അന്ന് അവളെ ചവിട്ടി പുറത്താക്കേണ്ടതായിരുന്നു. എത്ര പ്രാവശ്യം ആ അലവലാദിനെ കൊല്ലാൻ വേണ്ടി നോക്കിയതാണ് അവളുടെ അച്ഛനും ആങ്ങളെയും നമ്മളെല്ലാരും കൂടിയിട്ട്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല മോളെ. ഇത് നിനക്ക് പറ്റിയ അവസരമാണ്. ഇപ്പോ കിരണും കല്യാണിയൊക്കെ നിന്നെ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നീ കല്യാണിയുടെ ദേഷ്യമൊന്നും കാണിക്കരുത്. അവളായിട്ട് അടുത്തിടപഴകണം. പിന്നീട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിന്നെ ആരും തെറ്റിദ്ധരിക്കില്ല. പതുക്കെ പതുക്കെ കിരൺ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നോളും. അവള് മരിച്ചു കഴിയുമ്പോ 1 വർഷോ കൂടി 2 വർഷോ അവളുടെ ഓർമ്മയിൽ കിരൺ നിൽക്കുമായിരിക്കും, കിരണിന്റെ സ്വഭാവം വെച്ചിട്ട്. പിന്നീട് പതുക്കെ രൂപയും ചന്ദ്രസേനൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ അവനെ ഏറ്റെടുക്കും മോളെ. അതിനൊരു തർക്കവും ഇല്ല എന്ന് രാഹുൽ പറയുമ്പോ സരിയു പറയണ്ടേ, എനിക്കിപ്പോ അത് പൂർണ്ണ വിശ്വാസം അയച്ചാ. കല്യാണി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിരൺ എന്നെ സ്വീകരിക്കും, അതെനിക്ക് ഉറപ്പായി. എങ്കിൽ മോളെ നീ ഇപ്പൊ വെച്ച് തുടങ്ങിക്കോ. നീയും അവനും ഒന്നാവാനുള്ള എല്ലാ കാര്യങ്ങളും നീ ഉണ്ടാക്കിയെടുക്കണം. കല്യാണിയുടെ അടുത്ത് സ്നേഹം കാണിക്കണം, ഒരിക്കലും ദേഷ്യം കാണിക്കരുത്. എന്നിട്ട് അവൾക്കൊരു നല്ലൊരു അവസരം കിട്ടുമ്പോൾ അവൾ അങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കണം. എന്നിട്ട് നീ കിരണിന്റെ ജീവിതത്തിലേക്ക് കയറണം എന്ന് രാഹുൽ പറഞ്ഞു. അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും അച്ഛാ എന്ന് പറഞ്ഞിട്ട് സരി അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ രാഹുല് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിക്രത്തോട് പറയണ്ടേ, എടാ എന്റെ മോളുടെ മനസ്സ് മാറിയടാ. അവൾക്കിപ്പോ കിരണിനെ വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. സരിയു ഇത്രയും ദിവസം പറഞ്ഞത് അതല്ലല്ലോ അങ്കിളെ. കിരണ് വേണ്ട, കിരണും കല്യാണി എന്തോ വലിയ സംഭവമാണെന്നും അവളുടെ എന്തോ കൂടെ നിൽക്കണവളാണെന്നും അവരെ ചതിക്കാൻ വേണ്ടി നോക്കില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പെട്ടെന്ന് സരിയുടെ സ്വഭാവം മാറിയടാ. എന്റെ മകൾക്ക് ഇപ്പോഴാണ് ബുദ്ധി ഉദിച്ചത്. എന്നാലും സരിവിനെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങളെ. അവൾ സ്വഭാവം മാറ്റി മാറ്റി കളിക്കുകയാണല്ലോ. എടാ ഇല്ലടാ, അവളിപ്പോ ഉറച്ച തീരുമാനത്തിലാണ്. കിരണിനെ വേണമെന്ന് ഒറ്റ വാശിയാണ് അവള്. എങ്കിൽ മുറുക്കി പിടിച്ചു അങ്ങളെ. ആ കല്യാണം എന്ന് പറഞ്ഞവൾ ഇല്ലാതാക്കിയിട്ട് സരിയുടെ കിരണിന്റെ ജീവിതത്തിലേക്ക് കയറി ഇടിച്ചു കയറി അവിടെ പോവാൻ പറ. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടടാ എന്നൊക്കെ രാഹുലും പറയുന്നു കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.